ലോകം ഇപ്പോഴും കലഹിക്കുകയാണ്, ജാതികൾ കോപിക്കുന്നു. പക്ഷെ സ്വർഗം പറയുന്നു ഭരണം തീരുമാനിച്ചു. ഇത് കഷ്ടകാലത്തിന്റെ അവസാനം മാത്രമല്ല, ഇത് പ്രതിഫലത്തിന്റെ സമയമാണ്. ദൈവം പറഞ്ഞു, ഞാൻ മറന്നിട്ടില്ല, ഞാൻ നിന്നെ മറന്നിട്ടില്ല, ഇനി വൈകിപ്പിക്കില്ല. ഭൂമിയെ നശിപ്പിക്കുന്നവരെ ദൈവം തന്നെ നശിപ്പിക്കും. ഇത് മുന്നറിയിപ്പാണ്. ഭരണം മാറിയിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ഇങ്ങനെ ദൈവത്തിന്റെ ഒരു അവസാന കാഹളത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൽ പ്രിയരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഇവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകം 11:15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ 7ാമത്തെ കാഹളമാണ് നമ്മൾ ഇനി പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സാക്ഷികളുടെ മരണവും മരിച്ചപ്പോൾ ലോകം ആനന്ദിച്ചതും അവരെ ഭയവശരാക്കിക്കൊണ്ട് ദൈവം ജീവശ്വാസം കൊടുത്ത് അവരെ എഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയതും കണ്ട് ഇവരൊക്കെ ഭരവശരായി തീർന്നതും നമ്മൾ കണ്ടു. എന്നാൽ വീണ്ടും നമ്മൾ അടുത്തത് നോക്കിയാണ് 7ാമത്തെ കാഹളം, 15ാമത്തെ വാക്യം. 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. മഹാഘോഷമാണ്. ആഹ്ലാദത്തിമിർപ്പിന്റെ, അത്യുത്സാഹത്തിന്റെ എല്ലാം നേടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് നമ്മുടെ മനുഷ്യർക്ക് ലഭിച്ചു കഴിഞ്ഞതിന്റെ ഒരു സന്തോഷം. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. ഈ അധികാരം കൈമാറുന്ന ഒരു പ്രഖ്യാപനമാണ് നമ്മളവിടെ കേൾക്കുന്നത്. ലോകം ഇപ്പോൾ കലഹിച്ചാലും സ്വർഗത്തിൽ ഭരണം തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ബുദ്ധിഹീനരായിട്ടുള്ള മനുഷ്യർ അത് അപ്പോഴും തിരിച്ചറിയുന്നില്ല. അവിടെ ദൈവം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഇനിയൊരു പിൻവലിക്കലില്ല. രാജ്യത്വം ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവൻ എന്നേക്കും വാഴും. താൽക്കാലിക ഭരണമല്ല, ശാശ്വതമായിട്ടുള്ള ലോക രാജ്യത്വത്തിലേക്ക് വരുന്ന ഒരു പ്രഖ്യാപന സ്വർഗത്തിൽ നടന്നു കഴിഞ്ഞു. അപ്പോഴിവിടെ ഭൂമിയിൽ കലഹങ്ങളും ഭൂകമ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണിന് കാണാതെ ഒന്നും വിശ്വസിക്കില്ലല്ലോ, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ലോകരാജ്യത്വം ഇനി മനുഷ്യരുടേതല്ല, സാത്താന്റേതല്ല, ക്രിസ്തുവിൻ്റെതാണ്. ലോകം പറയുന്നു ഞങ്ങൾ ഭരിക്കും, പക്ഷേ സ്വർഗം പറയുന്നു ഭരണം മാറി മക്കളെ, ഭരണം മാറിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇന്നിവിടെ ഓരോ ഭരിക്കാൻ വേണ്ടിയിട്ട്, കസാരകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ പിടിമുറി മുറുക്കുമ്പോൾ അവിടെ സ്വർഗം പറയുകയാണ് മക്കളെ ഭരണം മാറി, ഇനി ഇവിടെ ഭരിക്കാൻ പോകുന്നത് ക്രിസ്തുവാണ്. ആമേൻ. അപ്പോ ക്രിസ്തു വാഴുന്നു, എന്നേക്കും വാഴുന്നു. 16ാമത്തെ വാക്യം. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണു ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്. നമ്മൾ ഈ 24 മൂപ്പന്മാർ ആരാണ്? ഓൾഡ് ടെസ്റ്റ്മെന്റിലുള്ള പഴയ നിയമ കാലഘട്ടത്തിലെ വിശുദ്ധന്മാരായിട്ടുള്ള 12 പേരും പുതിയ നിയമ കാലഘട്ടത്തിലെ വിശുദ്ധരായിട്ടുള്ള 12 പേരും. അവരെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന അവര് ഓരോ സഭകളെ, പഴയ നിയമ കാലഘട്ടത്തിന്റെ സഭയെ പ്രതികരിച്ചും പുതിയ നിയമ കാലഘട്ടത്തിന്റെ സഭയെ, വിശുദ്ധ സഭയെ പ്രതികരിച്ചും നിൽക്കുന്ന ആ 12 പേര്, 12 അങ്ങനെ 24 പേര്. അവർ 24 പേരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു. അപ്പൊ ദൈവം മഹത്വം ഏറ്റെടുത്തപ്പോൾ അവിടെ മനുഷ്യരുടെ മഹത്വം അവിടെ ദൈവത്തിന്റെ കാൽക്കലേക്ക് വീഴുകയാണ്. പക്ഷെ അവരവിടെ ഇരിക്കുമ്പോൾ അവർക്ക് കിരീടമുണ്ട്. അവര് എന്തൊക്കെ സ്ഥാനമാനങ്ങൾ ലഭിച്ചിരുന്നാലും ദൈവത്തിന്റെ മുമ്പിൽ അവിടെ കവിണ്ണു വീണ് ദൈവത്തിന്റെ മുമ്പിൽ അവർ സമർപ്പിക്കപ്പെടുകയാണ്. ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറുതെ വേദപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നമുക്ക് ദൈവം തരുന്ന സ്ഥാനമാനങ്ങളായിക്കോട്ടെ, കൃപാവരങ്ങളായിക്കോട്ടെ, എന്തായിരുന്നാലും ദൈവസന്നിധിയിൽ നമ്മൾ താഴ്മയോട് വെച്ചു കൊടുക്കണം. ദൈവസന്നിധിയിൽ, ഈ ലോകത്തിൽ ദൈവസന്നിധിയിൽ താഴ്മയോട് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട്, കൂട്ടുവിശ്വാസികളോട്, വിശ്വാസത്തിൽ വരാത്ത വ്യക്തികളാണെങ്കിലും അവരോടും നമ്മുടെ സ്നേഹവും താഴ്മയും ഒക്കെ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതുപോലെ സഭ എടുക്കപ്പെടുന്നവരെയും നമ്മൾ അവരെ അത്രയും സ്നേഹത്തോടുകൂടി ചേർത്ത് കൊള്ളാനാണ് പറയുന്നത്. അപ്പൊ അവിടെ 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചുകൊണ്ട് അവർ പറയുകയാണ്. 17ാമത്തെ വാക്യം. സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളോവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
അവർ ആ കവിണ്ണ് വീണുകൊണ്ട് ആ മൂപ്പന്മാർ 24 പേരും 24 മൂപ്പന്മാർ വീഴുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അവർ പ്രതിനിധീകരിക്കുന്നവരാണ്. അവർ വീഴുമ്പോൾ അവരുടെ പുറകെ നിൽക്കുന്ന, അവർക്കൊപ്പം നിൽക്കുന്ന വ്യക്തികളും അവിടെ കവിണ്ണു വീഴുകയാണ്. അപ്പം സ്വർഗത്തിൽ ആകമാനം അവിടെ ദൈവത്തെ വണങ്ങി വീഴുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അവർ അവിടെ പറയുന്നു, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ. അപ്പൊ സകലത്തിന്റെയും കർത്താവാണ് ദൈവം, സകല സൃഷ്ടികളുടെയും കർത്താവ്, കർത്തൃത്വം നടത്താൻ അവകാശമുള്ളവനാണ് കർത്താവ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ആരുടെ അനുമതി ഒന്നും ദൈവത്തിന് അവിടെ വേണ്ടെന്നേ. ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, വരുന്നവനെന്ന് പറയുന്നില്ല, അവൻ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഇനി അവസാന കാലം വരെ ഇതിനൊരു എൻഡില്ല. ദൈവത്തിനൊരു അവസാനമില്ല. ഈ ദൈവത്തിനോടൊപ്പം ചേരുന്ന വ്യക്തികൾക്കും ഒരു അവസാനമില്ലാത്ത രീതിയിലേക്ക് പോവുകയാണ്. ഇനി വരും എന്നുള്ളൊരു കാത്തിരിപ്പല്ല. ദൈവം വാഴുന്ന ദൈവമാണ്. ആ ദൈവമാണ് ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞത്. ഇനി വരുമെന്നല്ല, കാത്തിരിപ്പുണ്ടെന്നല്ല, ദൈവം വാഴുന്നു. ദൈവം ഇപ്പോൾ അധികാരം സ്വീകരിച്ചിരിക്കുന്നു. അവകാശ പ്രഖ്യാപനമാണ് അവിടെ നടന്നത്. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നീ ശക്തിയുള്ള, സകല ശക്തിയും തികഞ്ഞവരാണ്. ആളുകൾ ചെന്നെങ്കിൽ മാത്രമേ, ഇനി ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്നെങ്കിൽ മാത്രമേ ദൈവശക്തിമാനാണ് എന്ന് പറയത്തോളം അല്ലെങ്കിൽ വിശ്വസിക്കത്തോളം എന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങൾ കണ്ണുമടച്ച് വിശ്വസിച്ച ാണ് സർവശക്തനായിട്ടുള്ള ദൈവം, സർവത്തിനും സൃഷ്ടിതാവായിട്ടുള്ള ദൈവം. ആ ദൈവത്തെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ആമേൻ, സ്തോത്രം. അങ്ങനെ വിശ്വസിച്ചവരാണ് അന്ന് അവിടെ കവിണ്ണ് വീണ് ദൈവത്തിനെ വീണ്ടും സ്തുതിക്കുന്നത്. അപ്പൊ ഇരുന്നവനാണ്, ഇരിക്കുന്നവനാണ്, ഇനി വരുന്നവനാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് സകലത്തിന്റെയും അവകാശിയാധികാരി, കർത്തൃത്വം നടത്തുന്നവൻ. അപ്പൊ അവിടെ ആ മൂപ്പന്മാർ ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു. വെളിപ്പാട് 11:18 വാക്യത്തിലേക്ക് പോവുകയാണ്. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനും ഉള്ള കാലം വന്നു. നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഉള്ള പ്രതിഫലം, ഈ പ്രതിഫലം കിട്ടുന്ന എവിടെയാണ്? മരിച്ചവരെ ന്യായം വിധിപ്പാൻ. അപ്പൊ അതിന്റെ സമയവും തുടങ്ങിക്കഴിഞ്ഞു. നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക്. ഇപ്പൊ ഇവിടെ ദൈവത്തിന്റെ ദാസൻ പറയുന്ന ആരാണ്? ക്രിസ്തുവിന് വേണ്ടിയിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു, തന്റെ സ്വന്തം ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിച്ച് യേശു ഈ ഭൂമിയിൽ എന്താണോ ആഗ്രഹിച്ചത്, ഒരുപാട് വ്യക്തികളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനും നമ്മൾ തന്നെ വിശുദ്ധീകരണത്തിലേക്ക്, ആരും പൂർണ്ണമായിട്ടൊന്നും വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. ഇന്ന് കേൾക്കുന്നവർ വിചാരിക്കും അവൻ അങ്ങനല്ലേ, ഇവൻ ഇങ്ങനല്ലേ, അവർ ഇങ്ങനെയല്ലേ എന്നൊക്കെ നമ്മൾ ഓരോരുത്തരെയും വിധിക്കുമ്പോൾ ആലോചിക്കുക, അവനെ ശുദ്ധീകരിച്ചെടുക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. ആദ്യം നമ്മളെ നോക്കുക, നമ്മളുടെ ശുദ്ധീകരണം, നമ്മൾ ക്ലിയർ ആയിട്ട് വരിക, മാറേണ്ടുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തി നമ്മൾ ക്രിസ്തുവോളം വളർന്നു വരിക. അങ്ങനെയുള്ള വ്യക്തികൾക്ക്, ദാസന്മാർക്ക്, പ്രവാചകന്മാർക്ക്, വിശുദ്ധന്മാർക്ക്, ചെറിയവരും വലിയവരുമായി അവിടെ തന്നെ വേർതിരിച്ച് ദൈവം വചനത്തിൽ പറയണം, ചെറിയവരും വലിയവരുമായി. ദൈവസന്നിധിയിൽ ചെറിയവരും വലിയവരൊന്നുമില്ല. അവിടെ ദൈവത്തിന് വേണ്ടിയിട്ട് ഏറ്റവും സഹിച്ചു നിന്നവൻ, അവസാനത്തോളം സഹിച്ചു നിന്നവർ. അവിടെ ചെറിയവരെന്ന് മനുഷ്യർ കണ്ടേക്കുന്നവരും വലിയവരെന്ന് മനുഷ്യർ കണ്ടേക്കുന്നവരുമായിട്ടുള്ള എല്ലാ വ്യക്തികളും എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അവരുമായി നിന്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പാനുമുള്ള കാലം വന്നു. ജാതികൾ കോപിച്ചാണ്. ലോകം ദൈവത്തോട് വിരോധമായി അഹങ്കാരവും കലാപവും ദൈവവിരോധവുമായി അങ്ങനെയൊക്കെ എഴുന്നേറ്റാലും ദൈവത്തിന്റെ ഭരണത്തിനൊന്നും മാറ്റം വരില്ല. ദൈവം ദീർഘക്ഷമയുള്ളവനാണെങ്കിലും അനന്തമായി സഹിക്കില്ല. കാരണം ദൈവം എല്ലാത്തിനും ഒരു എൻഡ് വെച്ചിട്ടുണ്ട്. ദൈവം അവിടെ എൻഡ് വെച്ചു. പിന്നീട് അവിടെ ദൈവത്തിന്റെ അടുക്ക് ചെന്നിട്ട് കഥയില്ല. ദൈവം വെച്ചേക്കുന്ന ആ എൻഡിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം, ദൈവം പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുക, അത് മാത്രമേ ഉള്ളൂ നിർവാഹം. അവിടെ മരിച്ചവരെ വിധിപ്പാനും നീതി ഒഴിവായിട്ടില്ല. മരിച്ചാലും രക്ഷപ്പെടില്ല. പല വ്യക്തികളും വിചാരിക്കും മരിച്ചങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ വിധി എന്തോന്ന് വിധിയെന്ന്. പക്ഷെ അവിടെ മരിച്ചാലും രക്ഷപ്പെടില്ല.
അവിടെ ദൈവത്തിന്റെ മുമ്പിൽ ചെന്നെങ്കിലേ പറ്റൂ. ഇന്ന് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തിനെതിരെ ഉള്ള സർവ്വ ദൂഷണങ്ങളും എടുത്തു നിന്നിട്ട് ഏതാ മരിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ല എന്നുള്ള ചിന്താഗതിയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പിൽ ന്യായവിധിക്ക് ചെന്നെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അവിടെ പ്രതിഫലം ദൈവം കൊടുത്തു തുടങ്ങാൻ പോവാണ്. പ്രതിഫലത്തിന്റെ സകലത്തിന്റെയും ഒരു അവസാനത്തിലേക്ക് വരാൻ പോകുന്ന ചില കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. വെളിപ്പാട് 11-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ എത്തി. അവസാനത്തെ വാക്യമാണ്: അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ദൈവാലയം, സ്വർഗത്തിനകത്ത് ഒരു ദൈവാലയം ഉണ്ട്. ഇവിടെ ഈ ദൈവാലയം, ദൈവത്തിന്റെ ആലയം, സ്വർഗത്തിലെ ദൈവാലയം തുറക്കാണ്. ദൈവം ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. ചില കാര്യങ്ങളൊക്കെ ദൈവം മുദ്രയിട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ മനസ്സിലാക്കിയെടുത്തു. അപ്പോ ദൈവം ഇവിടെ എന്താണ്, ഒന്നും ഇനി മറച്ചു വെക്കുന്നില്ല. അവസാന വെളിപ്പെടുത്തൽ അങ്ങോട്ട് ആരംഭിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ സമയത്ത് ആകുമ്പോഴത്തേന് സ്വർഗം തുറക്കും. ഇവിടെ നിയമപ്പെട്ടകം പ്രത്യക്ഷമാകുകയാണ്. ദൈവം നിയമം മറന്നിട്ടില്ല. അവന്റെ വാഗ്ദത്തങ്ങളും നീതിയും നിലനിൽക്കുകയാണ്. ഭൂമിയിലെ പെട്ടകം നഷ്ടപ്പെട്ടു, സ്വർഗത്തിലേത് നശിച്ചിട്ടില്ല. മിന്നലും നാദവും ഇടിമുഴക്കവും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങൾ അവിടെ ഓർപ്പിച്ചുകൊണ്ട് ദൈവം സംസാരിക്കുമ്പോൾ ഭൂമി നിശബ്ദമാകില്ല. ഇങ്ങനെയുള്ള പ്രക്ഷുബ്ധമായിട്ടുള്ള ശബ്ദങ്ങൾ സാധാരണ മനുഷ്യർക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ നല്ല ശബ്ദമാ, മുഴക്കം പോലുള്ള ശബ്ദം നമ്മുടെ കർണങ്ങൾക്ക് വളരെ മനോഹരമായിരിക്കും. അത്രയും സുഖം തരുന്ന ആ ഒരു ശബ്ദമായിട്ട് നമുക്ക് കേൾക്കും. ക്രിസ്തുവിലുള്ളവർ കേൾക്കുമ്പോൾ ഭൂമിയിലെ മനുഷ്യർക്ക് അത് ഇടിമുഴക്കവും മിന്നലും നാദവുമായിട്ടൊക്കെ ഒരു അനുഭവത്തിലേക്ക് വരും. ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടാവും. അന്തിമ വിധിയുടെ ആരംഭം അവിടെ കുറിക്കാൻ പോവുകയാണ്. മനുഷ്യ അഹങ്കാരത്തിന് നേരെയുള്ള ഒരു ദൈവ പ്രതികരണം അവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് ഒരു വെറും ശിക്ഷയായിട്ട് കാണരുത്. ദൈവത്തിന്റെ നീതി അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ആ നീതി ആരംഭിക്കുന്നതിന് മുമ്പ് പൊന്നു സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ കെഞ്ചി പറഞ്ഞുകൊള്ളട്ടെ, സുവിശേഷം എന്നത് സത്വർത്തമാനം എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കാന്നാണ്. ക്രിസ്തു ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു മതം ഉണ്ടാക്കാൻ വന്നതല്ല. നമ്മളെയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവമാണ്. ആ ദൈവം നമ്മളെ രക്ഷിക്കേണ്ടുന്നതിന്, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കേണ്ടുന്നതിന് മനുഷ്യരൂപമെടുത്ത് ഭൂമിയിൽ വന്നതാണ്. ഇവിടെ വന്ന് പിശാചിനെ തോൽപ്പിച്ച് ക്ഷമയാല്, സ്നേഹത്താല്, തന്റെ ദീർഘക്ഷമയാല്, ദയയാല്, ഇതൊക്കെ കൊണ്ട് പിശാചിനെ തോൽപ്പിച്ചു. അവൻ ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തു. അത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പാപങ്ങളും യേശു ചുമന്ന് വഹിച്ചു. ക്രൂശിൽ മരിച്ച് യേശു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കാരണം യേശു മനുഷ്യരൂപത്തിലാണ് ഇരുന്നത്. ദൈവം തന്നെ മനുഷ്യനായി രൂപമെടുത്ത് വന്നതാണ്. അവിടെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ ആ യേശു ഇന്നും ദൈവത്തിനൊപ്പമുണ്ട്. നാളെ ഈ ഭൂമി ഭരിക്കുന്നത് യേശുവാണ്. ഇവിടെ കർത്തൃത്വം ദൈവം ഏറ്റെടുത്തു കഴിഞ്ഞു. ആ ഏറ്റെടുത്ത് കഴിയുമ്പോൾ പിശാചിന്റെ വേലകൾ പിന്നെ ഇവിടെ നടക്കില്ല. പിശാചിന്റെ വേലകൾ നടക്കാതാകുമ്പോൾ ദൈവത്തെ പിൻപറ്റിയിട്ടില്ലാത്ത വ്യക്തികളെല്ലാം നശിച്ചു പോകാൻ ഇടയാകും. ഇവിടെ നമ്മൾ ഇന്ന് പിടിച്ചു വെക്കുന്ന ഇന്ന് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ, സത്യമായിട്ടുള്ള കാര്യം പറയുമ്പോൾ, അതവിടെ ജാതിക്കാണ്, മതത്തിനാണെന്നും പറഞ്ഞ് നമ്മൾ അവിടെ അവരെ അങ്ങ് ഇല്ലായ്മ ചെയ്യാൻ നിൽക്കുകയാണ്. നിങ്ങളൊന്ന് തിരിഞ്ഞ് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആത്മാവിന്റെ രക്ഷയ്ക്കായിട്ട് മാത്രമാണ് ഇത് പറയുന്നത്. അല്ലാതെ എനിക്കൊന്നും നിങ്ങൾ തരണ്ട, മറ്റു കാര്യങ്ങൾക്ക് ഒന്നിനുമല്ല, ജാതിയോ മതമോ ഒന്നും കൂട്ടാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. കർത്താവ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കൂ. രക്ഷദാനമായാണ് തരുന്നത്. ഉള്ളിലുള്ള നമുക്ക് എല്ലാവരിലും പാപങ്ങളുണ്ട്. മനുഷ്യനായി പിറന്നെങ്കിൽ എല്ലാ മനുഷ്യരിലും പാപങ്ങളുണ്ട്. ആ പാപങ്ങളൊക്കെയും യേശുവിൻ്റെ രക്തത്താൽ നാം കഴുകി ശുദ്ധീകരിച്ചുകൊണ്ട് യേശുവോട് ചേരുക, യേശുവിനാൽ ജീവിക്കുക, യേശുവിൽ മരിക്കുക, യേശുവിൽ ഉയർത്തെഴുന്നേൽക്കും. പിന്നീട് അന്തമില്ലാത്ത കാലത്തോളം നാം യേശുവിനൊപ്പം വാഴും.
അല്ലാത്തവരൊക്കെയും നിത്യന്യായ വിധിയിലേക്ക് പോകും. ഇത് ദൈവം വെച്ചേക്കുന്ന നിയമമാണ്. വൈഗ പറയുന്നതോ അല്ലെങ്കിൽ ഈ വചനങ്ങൾ പ്രഘോഷിക്കുന്നവർ പറയുന്നവരോ അവരെ ഇഷ്ടപ്രകാരം പറയുന്നതല്ല. ദൈവവചനം പറയുന്ന, ദൈവം ഞങ്ങളെ ഭരമേൽപ്പിച്ചേക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. ക്രിസ്തുവിലേക്ക് നിങ്ങൾ വരൂ. സർവേശ്വരൻ എല്ലാവരെയും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആമേൻ.